ശ്രീ സേനാപതി വേണു, നമ്മുടെ ഭാരതം പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് UCC നിലവിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ? എന്തിനാണ് അതിനെ ധ്രുവീകരണം എന്ന് പറഞ്ഞ് എതിർക്കുന്നത്? രോഹിണി, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന് ഈ നാട്ടിൽ ആരും എതിരല്ല. കാരണം അത് ഭരണഘടനയിൽ തന്നെ നിർദ്ദേശക തത്വങ്ങളിൽ, അതായത് 36 മുതൽ 51A വരെയുള്ള ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇവിടെ ശ്രീപത്മനാഭൻ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഭരണഘടന നിലവിൽ വന്ന് 75 കൊല്ലമായി. രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് പിന്നെയും 78 കൊല്ലമായ ഒരു ഘട്ടത്തിലാണ്. ഇവിടെ ശ്രീപത്മനാഭൻ സാർ സൂചിപ്പിച്ചതിന് അനുബന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടു. ആ യൂണിഫോം സിവിൽ കോഡിൽ ഉത്തരാഖണ്ഡിലെ ആദിവാസി ജനവിഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലായോ? അപ്പൊ അത് യൂണിഫോം സിവിൽ കോഡ് ആകുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില വിഷയങ്ങൾ. ചില കാര്യങ്ങളിൽ ഇപ്പോഴും നമ്മൾ പക്വതയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിലെ അല്ലെങ്കിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്ത് എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എങ്കിൽ അതിൽ ആദിവാസികൾ ഒഴിവാക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ ഇപ്പോ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ആദിവാസി ജനവിഭാഗങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ ഒരാളെങ്കിലും എക്സംപ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമാകുന്നില്ല. സമ്പൂർണ്ണമാകണമെങ്കിൽ എല്ലാവരും ആകണം. അപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? ഇന്ത്യയുടെ ഭരണഘടന അത് എന്താ പറഞ്ഞ ദീർഘമായ ചർച്ചയിലൂടെ വർഷങ്ങൾ, ഏതാണ്ട് 3 വർഷത്തിനടുത്തെടുത്ത ചർച്ചയിലൂടെ ഈ രാജ്യത്തെ പ്രഗത്ഭരായ നിയമജ്ഞരും രാഷ്ട്രീയ നേതാക്കളും അവരൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ്. ആ എഴുതി ഉണ്ടാക്കുമ്പോഴും അവർക്കറിയാം ഇത് ഇരുമ്പുലക്കയല്ല, ഇത് കാലാകാലങ്ങളിൽ മാറേണ്ടതാണ്. ഇപ്പൊ ഏതാണ്ട് 104, 105 ഭരണഘടനാ ഭേദഗതികൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ഇനിയും ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാവും. ഇവിടെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ, അതിന്റെ ബേസിക് എലമെന്റ് മാറാൻ പറ്റത്തില്ല. ബാക്കി പല കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ നമ്മളിപ്പം ഏതാണ്ട് ഒരു പരിധി വരെ ഒരു 99% നമ്മൾ ഏകീകൃത സിവിൽ കോഡിൽ എത്തിക്കഴിഞ്ഞേ. നമ്മൾ ഏകീകൃത സിവിൽ കോഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ പരിമിതമായ ചില കാര്യങ്ങളിലാണ്. ഒന്ന് വിവാഹമോചനം, സ്വത്ത് പിന്തുടർച്ചാവകാശം, ഇങ്ങനെ ഒരു 2-3 ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഏകീകൃത സിവിൽ കോഡിലേക്ക് നമ്മൾ എത്താതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ടോ ഉള്ള ചർച്ചകൾ വരുമ്പോഴാണ് ഇതിന്റെ സംശയങ്ങൾ ഉടലെടുക്കുന്നത്. ഇപ്പോ നമ്മുടെ നാട് ഇപ്പോൾ വളരെ ശാന്തമായിട്ട് പോകുന്നു. രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇത്രയും കാലമായി ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നില്ല എന്നൊരു കാരണത്താൽ എന്റെ പൗരാവകാശമോ രോഹിണിയുടെ പൗരാവകാശമോ ശ്രീപത്മനാഭൻ സാറിന്റെ പൗരാവകാശമോ ഇവിടെ വരാൻ പോകുന്ന ഗോപകുമാർ സാറിന്റെ പൗരാവകാശമോ അല്ലെങ്കിൽ രാംകുമാർ സാറിന്റെ പൗരാവകാശം ഇതൊന്നും ഹനിക്കപ്പെടുന്നില്ല. ഇതൊന്നും ഹനിക്കപ്പെടാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോ എന്തിനാണ് വീണ്ടും ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന ഒരു ചർച്ചയിലേക്ക് വരുന്നത്? അപ്പൊ ശരിയാണ്, ചില സമുദായത്തിൽ ബഹുഭാര്യത്വം നിലനിൽക്കുന്നു. നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ 21-ാം നൂറ്റാണ്ടിന്റെ 2025 ആയിരിക്കുമ്പോൾ ഈ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളുകൾ അവരുടെ ഒരു മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ 4 or 5 കല്യാണം അങ്ങനെയൊന്നുമില്ല. അതെല്ലാം പടിപടിയായി നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങൾ അത് പടിപടിയായി മാറിയേ മതിയാവൂ രോഹിണി. അത് പെട്ടെന്ന് നിയമം മൂലം മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നമ്മൾ ഏറ്റവും അധികം പുരോഗതി പറയുന്ന കേരളത്തിൽ കഴകക്കാരൻ പിന്നോക്കക്കാരനായതുകൊണ്ട് അവിടെ പൂജ നടത്തിയില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു യൂണിഫോം സിവിൽ കോഡിലേക്ക് എത്താൻ നമ്മൾ പക്വമായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇത് എഴുതുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് മാറ്റുന്നതിനെ കുറിച്ച് ഭരണാധികാരികൾ ആലോചിച്ച് അത് പക്വമായ ഒരു സമയം, ഉചിതമായ ഒരു സമയം, അതിനെക്കുറിച്ച് നിശ്ചയമായും ചർച്ചകൾ നടക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതേതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ അവരിൽ നിൽക്കുന്ന ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അത് പരമ്പരാഗതമായിട്ട് അവർ തുടർന്നു വരുന്നതാണ്. അത് ചിലപ്പോൾ അതിൽ പോരായ്മകൾ ഉണ്ടാകാം, മേന്മകൾ ഉണ്ടാകാം. ആ പോരായ്മകളെയും മേന്മകളെയും ഒക്കെ തിരുത്തുന്നതല്ലാതെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മേലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകമായ ഒരു നിയന്ത്രണങ്ങൾ ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് അത് യൂണിഫോം സിവിൽ കോഡ് എന്നതിന്റെ ഒരു പേരിൽ അതൊരു ധ്രുവീകരണത്തിനാണ് എങ്കിൽ അത് ഒട്ടും ഗുണകരമാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അംബേദ്കറുടെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യക്കാർ വെറും രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് തൃപ്തരാകരുത് എന്ന് പറഞ്ഞാൽ
നമുക്ക് നമ്മുടെ പൗരന്മാരുടെ മാനസികമായിട്ടുള്ള സന്തോഷവും, ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആള്, എന്റെ ആനുകൂല്യങ്ങൾ, എന്റെ അവകാശങ്ങൾ, ഇന്നയാൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആള്, അത് ഒരു വാട്ടർ ടൈറ്റ് അല്ല, മറിച്ച് എന്റെ കൂടി അവകാശങ്ങൾ ഞാൻ കൂടി പരിഗണിക്കപ്പെടുന്നു എന്ന് ഓരോ പൗരന്മാർക്കും ബോധ്യം വരുന്ന ഒരു ഘട്ടം, ആ ഘട്ടം വന്നു എങ്കിൽ മാത്രമേ യൂണിഫോം സിവിൽ കോഡ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോ അല്ലെങ്കിൽ അന്ന് ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 389 പിന്നെ ഉണ്ടായിരുന്ന 289 ബഹുഭൂരിപക്ഷം ആളുകളും യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിച്ചവരാണ്. പക്ഷേ അന്നത്തെ വർത്തമാനകാല പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ പലതും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അത് പടിപടിയായിട്ടേ മാറൂ. ചിലപ്പോൾ അത് ഇനി ഒരു 50 കൊല്ലം കൂടെ പിടിക്കും, അല്ലെങ്കിൽ 75 കൊല്ലം കൂടെ. ഇന്നത്തെ ഭരണഘടന വന്ന് 75 കൊല്ലം കഴിഞ്ഞ് 150 കൊല്ലം ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇതൊക്കെ മാറാനുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. ഇപ്പൊ ഇത് കർണാടക ഹൈക്കോടതി മാത്രമല്ല, മുമ്പും പല ഹൈക്കോടതികളും ഈ കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതിയിലെ പല കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പല ജഡ്ജസും, ഇപ്പോ രാംകുമാർ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ ഫോറത്തിൽ ഇരിപ്പുണ്ട്, പല ജഡ്ജസും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അത് ഓരോ കേസിലുമുള്ള ചില സങ്കീർണതയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല, എല്ലാ ആളുകൾക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ തന്നെ നമുക്കൊരു 99% യൂണിഫോം സിവിൽ കോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ശേഷിക്കുന്നത് അത് കാലാന്തരത്തിൽ മാറി മാറി വരുമെന്നാണ് എന്നെ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ രോഹിണി കണക്ക് കൂട്ടുന്നത്. സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ കോടതി പരാമർശം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതായത് 1985 മുതൽ ഷാബാനു കേസിൽ തുടങ്ങി 1995 സർള മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ 2019 തുടർന്ന്, അത് കഴിഞ്ഞ് 2021 ഡൽഹി ഹൈക്കോടതിന്റെ പരാമർശം, 2024 മധ്യപ്രദേശ് ഹൈക്കോടതിന്റെ പരാമർശം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കർണാടക ഹൈക്കോടതിയുടെ പരാമർശം. ഇങ്ങനെ കോടതി പലപ്പോഴും പല കേസുകളും താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല കേസുകളും തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിന്റെ, ഏക സിവിൽ കോഡിന്റെ പ്രാധാന്യം പരാമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്